ഹലോ ഡിയേഴ്സ്, നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നവരാണോ എന്നാ ചോദ്യം അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്വയംഭോഗം നിങ്ങളുടെ ടൈമിങ്ങിനെ, അതായത് പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥ, ഉദാഹരണത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യമാണ്. അപ്പൊ എങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ സംഭവിക്കുക? ടൈമിങ് അല്ലാണ്ട് പെട്ടെന്ന് പോകുന്ന അവസ്ഥ വരുക. നിങ്ങളുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രെയിനിനെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പോലെ ഇരിക്കും. ശരിക്കും നിങ്ങളല്ല, ബ്രെയിനാണ് തീരുമാനിക്കുന്നത് എപ്പോൾ പോകണം എപ്പോൾ വരണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലരിങ്ങനെ പെട്ടെന്ന് സ്വയംഭോഗം ചെയ്തിട്ട് ശുക്ലങ്ങളിൽ അല്ലെ, പെട്ടെന്ന് ആ ഒരു ടൈം, ഒരു ബയോളജിക്കൽ ക്ലോക്ക് നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ശാരീരബന്ധത്തിൽ ഏർപ്പെട്ടാലും ചില സ്വയംഭോഗത്തിൽ ഏർപ്പെട്ടാലും ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് പോകേണ്ട സമയമല്ലോ പോയിട്ടിരിക്കും. ഓക്കെ, അപ്പം വളരെ പതിയെ ടൈം എടുത്ത് സ്വയംഭോഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു മാസത്തോളം ഇത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ബ്രെയിനിനെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് സ്വയംഭോഗം ചെയ്ത് തീർക്കുന്നവർക്ക് ടൈമിങ് കുറവായിരിക്കും. അടുത്തത് എന്തെങ്കിലും ഇട്ടിട്ടാണെങ്കിലും ഭയങ്കര ഹോട്ടായിട്ട് ഭയങ്കര പ്രഷർ കൊടുത്തില്ല, കമന്ന് കടന്നിട്ട് വളരെയധികം ഉത്തേജനം കൊടുത്തിട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രഷർ ആ നാഡികൾക്കൊക്കെ അതാണ് ഇങ്ങനെ ഒരു പ്രഷർ വന്നിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ സംവേദനം കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ശുക്ലം പോകേണ്ടത് എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നാഡികൾക്ക് ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രഷർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉദാഹരണത്തെ അത് ബാധിക്കും. അപ്പോൾ അധികം പ്രഷർ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. സെയിം സ്പീഡിൽ, സെയിം അവസ്ഥയിൽ, സെയിം പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾ എപ്പോഴും സ്വയംഭോഗം ചെയ്തെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിനെയൊക്കെ ബാധിക്കും, നിങ്ങളുടെ സ്ട്രെങ്തിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇതും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മാറ്റി നമ്മൾ കുറെ പൊസിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതൊക്കെ ഹെൽത്തി ആയിട്ട് ചെയ്യാം. അടുത്ത 2 ഇമ്പോർട്ടന്റ് കാര്യം കൂടിയുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളുടെ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതൽ നന്നായിട്ട് നിങ്ങളുടെ ലിംഗത്തിന്റെ തടിയും നീളവും ഒക്കെ യഥാർത്ഥ രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടും ആയുർവേദത്തിന്റെ പവർ റോളോൺ എന്ന് പറയുന്നത്. ഇതിൽ അശ്വഗന്ധ, ശിലാജിത്ത്, അഗാർഖര, ഖസ്ഖസ്, ഹിൽ ഓയിൽ, ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ആരാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക്, കൂടുതൽ നേരം ഉദാഹരണമൊന്നും നടക്കാത്ത ആൾക്കാർക്ക്, അതുപോലെ സ്റ്റാമിന കുറവുകളൊക്കെ ഉള്ളവർക്ക്, പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുക. അത് കണ്ടങ്ങനെ റോളോ ഇത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിന് അരമണിക്കൂർ മുമ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ രാവിലെ വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റും. അത് നന്നായിട്ട് സ്ട്രെങ്ത് കൂടാനും നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനും സഹായിക്കുന്നതാണ് കേട്ടോ. നാച്ചുറലായിട്ട് പുരുഷ ഹോർമോണൊക്കെ കൂട്ടാനും സെൻസിറ്റിവിറ്റി കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. അതേപോലെ ഒന്നാണ് നിങ്ങൾ ഈ ഫോൺ പോലുള്ള വീഡിയോസ് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണ പ്രശ്നം ഉണ്ടാവും, ആങ്സൈറ്റി പ്രശ്നം ഉണ്ടാവും, അതുപോലെ ടൈമിംഗ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോ അതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആളുകൾ തന്നെ കാണും. ചിലർക്ക് ചിലപ്പോൾ കുണ്ടി കുറച്ച് വലുതായിരിക്കുന്നവരായിരിക്കും ഇഷ്ടം, ചില അപ്പൊ അങ്ങനെ തന്നെയുള്ളത് തന്നെ വീഡിയോ കണ്ടെന്നിരിക്കും. ചിലപ്പോൾ ചില ചെയ്തികൾക്ക് ഇഷ്ടപ്പെടുന്നവര് അത് മാത്രം കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഡോപാമിൻ ഇൻക്രീസ്, അത് കണ്ടാൽ മാത്രം കിട്ടുന്ന ലെവലിലേക്കാകും. ആ സമയത്ത് മാത്രം ശുക്ലം പോകുന്ന അവസ്ഥയാകും. അല്ലാണ്ട് നിങ്ങളൊരു റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അതൊന്നും ഉണ്ടാകണമെന്നില്ല. കുത്തിവെച്ചും ഇഞ്ചക്ഷൻ കൊടുത്തും സർജറി ഒക്കെ ചെയ്ത് വലുതാക്കി വെച്ചത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്താകും? അപ്പൊ എല്ലാം തകിടം പറയും. ശരിക്കും ലൈംഗികത ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറ്റബോധത്തോടെ നിങ്ങൾ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തിട്ട് കുറ്റബോധം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകാൻ വേണ്ടിയിട്ട് കാരണമാകും ആ കുറ്റബോധം കൊണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരാഴ്ച 3 or 4 തവണയൊക്കെ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടാണ്. ഇനിയിപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഹെൽത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ജോലിക്കോ നിങ്ങളുടെ ഹെൽത്തിനോ ഒരു തരത്തിലും പ്രശ്നമൊന്നും വരാത്ത രീതി ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് ബൈ.